നാളിതുവരെ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടില്ലെന്ന് സിനിമാ നടൻ വിനയ് ഫോർട്ട് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഡ്രോപ്പ് ദി ഡോപ്സ് എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നടൻ. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഡ്രോപ്പ് ദി ഡ്രോപ്സ് എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിലേക്ക് പങ്കെടുക്കാൻ ചില സിനിമാ നടന്മാർ വിമുഖത കാട്ടിയപ്പോൾ വിനയ് ഫോർട്ട് അതിന് തയ്യാറായി എന്ന് മാത്രമല്ല, നാളിതുവരെ മദ്യമോ മയക്കുമരുന്നോ ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ലാത്ത തനിക്ക് ആരോഗ്യം മറന്ന് ജീവിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ലോകത്ത് ഈ പറയുന്ന സിനിമാക്കാര് ഒരു അർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. സിനിമയിലുള്ള ആളുകൾ മുഴുവൻ മയക്കുമരുന്നും മദ്യവുമൊക്കെ ഉപയോഗിക്കുന്നൊരു പറ്റം, അല്ലെങ്കിൽ അവർ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം എവിടെയോ ഈ ചാനലുകൾക്ക് കോണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ഉള്ളവരൊക്കെ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ അവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന തരത്തിൽ ചാനലുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുവെന്ന വിമർശനവും വിനയ് ഉയർത്തി. അപ്പം ഞാൻ മദ്യപിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് സിനിമാക്കാർ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ IT ജീവനക്കാർ, അങ്ങനെ നമുക്കൊരു വിഭാഗത്തിനെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടിയോട് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഞാൻ മദ്യപിക്കാനില്ല എന്നുള്ളത് എനിക്ക് ബഹുമാനം മാത്രമേ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശബ്ദം കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു ചിത്രകാരനൊരു ക്യാൻവാസും പെയിൻറ്റും എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത് എൻ്റെ ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ എൻ്റെ ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ട്. അപ്പം നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കണ പോലെ ഈ ആരോഗ്യമില്ലാണ്ട് നിങ്ങൾക്കൊരു 10,000 കോടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടോ ഒന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അത് തന്റെ പേഴ്സണൽ ചോയ്സാണ്. മദ്യപിക്കാത്തത് കൊണ്ട് താൻ ഏറെ ബഹുമാനിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. സിനിമാക്കാർ, അധ്യാപകർ, IT ജീവനക്കാർ, അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിനെ കാറ്റഗറൈസേഷൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നടക്കുന്ന ജനറലൈസേഷനിൽ വിയോജിപ്പുണ്ട്. ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ശബ്ദം കൊണ്ടും ജീവിക്കുന്ന ഒരാളാണ് താൻ. ചിത്രകാരന് ക്യാൻവാസ് എത്ര പ്രധാനമോ അതുപോലെയാണ് തന്റെ ശരീരവും ശബ്ദവും. ആരോഗ്യമില്ലാതെ 10,000 കോടി കിട്ടിയിട്ടോ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടോ എന്തു കാര്യമെന്ന് തന്റെ അമ്മയുടെ വാക്കുകളും വിനയ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.